സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ വാഴപ്പിണ്ടി കണ്ടിട്ടോ, ഇതെല്ലാവരും ഇത് വാഴയുടെ പിണ്ടിയാണ്. വളരെ ന്യൂട്രീഷ്യസ് ആണ്, ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അധികം ഫൈബറും, അതുപോലെ തന്നെ ഇത് ഹാർട്ടിന് നല്ലതാണ്, ലങ്സിന് നല്ലതാണ്, ലിവറിന് നല്ലതാണ്, അങ്ങനെ എല്ലാത്തിനും നല്ലതായിട്ടുള്ളതാണ്. അത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കില്ല. അതുപോലെ ഏറ്റവും അധികം ഫൈബർ കണ്ടൻറ്റുള്ള കാരണം കൊണ്ട് നമുക്ക് പലതരം ഗുണങ്ങളുണ്ട്. ഇതിൽ പല മിനറൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് കാരണം കൊണ്ട് ഇതെങ്ങനെ എലിശ്ശേരി വെക്കണം, അതായത് പല കറികളും ഉണ്ടാക്കും. തോരൻ ഉണ്ടാക്കും, എലിശ്ശേരി ഉണ്ടാക്കും, പിന്നെ കൊണ്ടാട്ടുണ്ടാക്കും, മസാലക്കറി ഉണ്ടാക്കും, ഒക്കെ ഉണ്ടാക്കും. പക്ഷെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എലിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റ് ഉള്ളതാണ്. അതെല്ലാവരും ശ്രദ്ധിച്ച് വളരെ നല്ലതാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോൺ ഉണ്ടല്ലോ, സ്റ്റോണിന് ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ടല്ലോ, അതിന് ഇതിൻ്റെ ജ്യൂസ് കുടിച്ചായിട്ടുന്നില്ല. പിന്നെ മോരിൽ ഉണ്ണിപ്പിണ്ടി ഇട്ടിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, മോരിൽ രാവിലെ ഉണ്ണിപ്പിണ്ടി കുറച്ച് അരിഞ്ഞിട്ട് മോരിൽ കഴിച്ചു കഴിഞ്ഞാൽ അത് ഒരു കൊളസ്ട്രോൾ കുറയ്ക്കും. അതുമാത്രമല്ല സ്റ്റോണും വരില്ല എന്നാണ് പറഞ്ഞത്. എല്ലാത്തിനും ഗുണമാണെന്ന് പറഞ്ഞു ശരീരത്തിൽ, അത്രയും ഗുണമുള്ള കാര്യം. പിന്നെ കുറേ ഉണ്ണിപ്പിണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ പറയണില്ല. പിന്നെ ഞങ്ങൾ ഉണ്ണിപ്പിണ്ടി എന്നാണ് പറയുക. ഇത് വാഴയുടെ പിണ്ടിയാണ്. അതിന് വേറെ ഔഷധ ഗുണങ്ങൾ ധാരാളം ഉള്ളതാണ്. പണ്ട് കാലത്ത് അറിഞ്ഞാണ്. പക്ഷേ ഇതൊന്നും നോക്കും, വളരെ ടേസ്റ്റിയാണ്. ഇത് അരിഞ്ഞുണ്ടാക്കാനുള്ള പാട് മാത്രമേ ഉള്ളൂ. അരിഞ്ഞുണ്ടാക്കി അതിൻ്റെ നാരൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും ഒരു കുഴപ്പമില്ല, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണം. ഞാൻ എന്താ നോക്കൂ, ഉണ്ണിപ്പിണ്ടി അരിഞ്ഞതാ, ഒത്തിരി മഞ്ഞളിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പയർ കുതിരാൻ വെച്ചിരിക്കണം. ഇതിൽ മസാലകളുണ്ട്. ഇത് തേങ്ങയാണ്. അത്രയേ ഉള്ളൂ അതിന് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ, പരിപ്പ് കുറച്ച് പരിപ്പ് എടുത്തു. ഉണ്ണിപ്പിണ്ടി നോക്കൂ, ഇത് വെള്ളം, ഇത് എല്ലാം നാരൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുള്ള കേട്ടോ ഉണ്ണിപ്പിണ്ടി. അങ്ങനെ അരിഞ്ഞ് മഞ്ഞളിട്ട് വെച്ചിട്ടുള്ളതാണ്. എന്താ വെച്ചാൽ വല്ല വിഷാംശം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കിയതാട്ടോ, വീട്ടിൽ വാഴമലത്തെ പിണ്ടില്ല, അതുകൊണ്ട് അതിൽ വിഷാംശമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് അതിലിടാം കുറച്ച് വെള്ളം. ഉണ്ണിപ്പിണ്ടി മുഴുവൻ വെള്ളമാണ്. ഇതിൽ 90% ഉണ്ണിപ്പിണ്ടിയിൽ വെള്ളമാണ്. പക്ഷേ എന്നാലും ഞാൻ കുറച്ച് വെള്ളം ചേർത്ത്, എന്താ വെച്ചാൽ കുക്കറിൽ വെക്കുകയല്ലേ ഇത് കാണുന്നുണ്ട് കേട്ടോ. കുക്കറിൽ വെച്ചു, കുക്കർ അടച്ചു. ഇനി നമുക്ക് സ്റ്റീം വന്നാൽ വിസിലിടാം കേട്ടോ. അങ്ങനെ നമുക്ക് ഉണ്ണിപ്പിണ്ടി എലിശ്ശേരി, ഇനി ഉണ്ണിപ്പിണ്ടി എലിശ്ശേരി ഉണ്ടാക്കാൻ കേട്ടോ. അധികമൊന്നും വേണ്ട, 2, 3, ഒരു 4 ടീസ്പൂൺ തേങ്ങ മതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തേങ്ങ കൂടുതൽ ചേർത്തോളൂ, അതിനെനിക്ക് വിരോധമൊന്നുമില്ല. ഒരു നുള്ളി ജീരകം കേട്ടോ, ഒരു നുള്ളി ജീരകം ഇട്ടു, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഉള്ളിയൊന്നും ചേർക്കാറില്ല എലിശ്ശേരിയിൽ, എനിക്ക് ഉള്ളി ചേർക്കാൻ ഇഷ്ടമല്ല. അത് കാരണം കൊണ്ടാണ്. ചിലർക്ക് ഉള്ളിയൊക്കെ ചേർക്കണം കാണാം. ഇത്ര വേണ്ടു തേങ്ങ കേട്ടോ. കുറച്ച് തേങ്ങ അരച്ച് വെച്ചിടുന്നു. സ്റ്റീം ഒന്ന് വെയിറ്റ് ഇട്ടു കേട്ടോ. ഇനി അത് അവിടെ ഇരുന്ന് കാലാവട്ടെ. കുക്കർ തുറന്നു കേട്ടോ. രണ്ടും കൂടി നല്ല പോലെ വെന്തു കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് പകരം കൂട്ടാനാക്കണ്ടേ കേട്ടോ. മസാലകളെന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ മസാല ചേർക്കുള്ളൂ, അധികം മസാലയൊന്നും ചേർക്കണ്ട. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് മുളക് പൊടി ചേർത്തു കേട്ടോ. മുളക് പൊടി കുറച്ച് 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയേ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഉപ്പ് തല തിരിച്ചാൽ പിടിച്ചാണ്. നല്ല പോലെ വെന്തുകൊണ്ട് നല്ല കോമ്പിനേഷനാണത്. ഉണ്ണിപ്പിണ്ടി പരിപ്പ് ഇത് എലിശ്ശേരി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ന്യൂട്രീഷ്യസുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് കിട്ടിയില്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ചെറിയാൾക്ക് വെച്ചാൽ നല്ലതാണ്, ശരീരത്തിന് ആരോഗ്യത്തിന് നല്ലതാണ്. വയറ്റിൽ പോയിട്ടുള്ള തലമുടിക്കുണ്ടകളൊക്കെ ദഹിച്ചു പോകുന്നതാണ് പറയുന്നത് ഈ പരിപ്പിൻ്റെ. ഏതുകൊണ്ട് ഈ ഉണ്ണിപ്പിണ്ടി അത്രയധികം ശക്തിയുള്ളതാണ്. അതാണ് പറയുന്നത്. നാളികേരം ജീരകവും കൂടി അരച്ച് വെച്ചത് കേട്ടോ. നാളികേരം ജീരകവും കൂടി അരച്ച് വെച്ച് ഇതായിലിടുന്നു. നല്ല ടേസ്റ്റുള്ള എരിശ്ശേരി തയ്യാറാവാനാ പോണേ. 5 മിനിറ്റ് വേണ്ടു. ഉണ്ണിപ്പിണ്ടി അരിഞ്ഞെടുക്കാനുള്ള പാട് മാത്രമേ ഉള്ളൂ കേട്ടോ. നാളികേരം ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളയ്ക്കൊന്നും വേണ്ട, ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക് വറുത്തിടാനാണ് കേട്ടോ. അതാ ഒരു നുള്ള വെളിച്ചെണ്ണ, ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞ് ഇതൊക്കെ അതിലിടുക. കടുക്, മിളക്, കറിവേപ്പില.
എത്ര വേഗം കൂട്ടാൻ കലായി നോക്കൂ. ഉച്ചയാകുമ്പോൾ കൂട്ടാൻ വെച്ചാൽ എത്ര എളുപ്പത്തിൽ കഴിയും. എന്ത് നല്ല മണാ വരണേ. ഇട്ടു കടുക് വറുത്ത് ഒഴിക്കാൻ പോവാട്ടോ. എലിശ്ശേരി, അതായത് നമ്മുടെ ഉണ്ണിപ്പിണ്ടി അല്ലെങ്കിൽ വാഴപ്പിണ്ടി എലിശ്ശേരി തയ്യാറായി. വളരെ ടേസ്റ്റുള്ളതാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണം. വെറും 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ കൂട്ടാനുണ്ടാക്കി കുക്കറില വെച്ച് വേവിക്കുക, നാളികേരം അരച്ചൊഴിക്കുക, കടുക് വറുക്കുക. എത്രയും സ്വാദുള്ളതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കി കൊച്ചു മക്കൾക്കും വലിയവർക്കും ഒക്കെ കഴിച്ച് ശീലിപ്പിക്കുക. അല്ലെങ്കിൽ ഒരു കാലം വരുമ്പോൾ ഈ വകയൊന്നും യൂസ് ചെയ്യാണ്ട് മട്ടനും ചിക്കനും മാത്രം തിന്നണ ഒരു കാലം വരും. അതാവരുത് നമ്മുടെ മലയാളികൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം.